പൊടിയുടെ ഒരു ആഗ്രഹമാണ് ഫ്യൂച്ചറിൽ ഒരു പൊടിയുടെ ഞങ്ങള് ബോർഡില് ഇവിടുത്തെ ബോർഡിലെ ഡയറക്ടറായിട്ട് നിങ്ങൾ രണ്ടാളെ തെരഞ്ഞെടുത്തു. ഈ സ്ഥാപനത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് റോബിന്റെയും പൊടിയുടെയും നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അത് കൂടാണ്ട് ഇതിന്റെ ഏറ്റവും വലിയ സംഭവം എന്താ വെച്ചാല് ഇതുപോലെ ഒരു കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഉമ്മമാര് അവരാണ് ഏറ്റവും കൂടുതൽ വേദന സഹിക്കുക. അപ്പൊ അവരെപ്പോൾ വിചാരിക്കുന്നത് വെച്ചാൽ ആദ്യം കുട്ടി മരിക്കണമെന്ന് വിചാരിക്കാം, അതിനുശേഷം ഞാൻ മരിക്കാൻ പാടുള്ളൂ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം കുട്ടീനെ ആരും നോക്കുന്നുണ്ടോ. അപ്പൊ ഇതുപോലുള്ള സംരംഭത്തിന് നമ്മളെപ്പം അമ്മമാരോടാണ് നമ്മള് പ്രത്യേകിച്ച് ഈ ഒരു കടപ്പാടും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അമ്മക്ക് നമ്മുടെ സ്വന്തം അമ്മക്ക് സപ്പോർട്ട് ചെയ്യുന്ന മാതിരിയാണ്. നമ്മൾ ഉറപ്പാണ് നമ്മൾ ഇതുപോലെ കുട്ടികളെ അല്ല, കാരണം ഇപ്പം അവർക്ക് ഉള്ളതിനെക്കാട്ടിലും ആ ഒരു വേദനയും അല്ലെങ്കിൽ ആ ഒരു ഇമോഷനെ അവരുടെ പാരന്റ്സിനാണ്. അത് അമ്മമാർക്കാണ് കൂടുതലെങ്കിലും അച്ഛനും അതിനനുസരിച്ചുള്ള തുല്യമായിട്ടുള്ള ഇതുണ്ട്. പക്ഷെ കൂടുതൽ ഇവരായിട്ട് അതെ, ഞാനിവിടെ കണ്ടതും കൂടുതൽ അമ്മമാരാണ് കണ്ടത്. പിന്നെ അമ്മമാരൊക്കെ രാവിലെ എണീച്ച് ജോലിക്ക് പോകും. പിന്നെ ഒരു കുറച്ച് സമയങ്ങളാണ്. പക്ഷെ കൂടുതൽ 24 hours ഒരു കല്യാണത്തിന് പോകില്ല, അല്ലെങ്കിൽ ഒരു സൽക്കാരത്തിന് പോകില്ല. അമ്മമാര് ഫുൾ ടൈം വരെ കൂടെയാണ്. പിന്നെ എന്താ പറയാ, സ്പൈസിലൊക്കെ എനിക്ക് തന്നിരിക്കുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റി. കാരണം എനിക്കും പൊടിക്കും, കാരണം ഇങ്ങനെ ഒരു ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞാണ് ഇതിന്റെ ഒരു സമയം എന്റെ, കാരണം നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് സമയത്തിനാണ് ഞാൻ കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്. നമ്മുടെ സമയം ഒരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും വാല്യൂ കൊടുക്കുന്ന ഒരു കാര്യം. അപ്പം ഇപ്പം ഫൈസലൊക്കെ പറഞ്ഞു നടക്കുക. കാരണം ഫൈസലൊക്കെ പറയുന്ന ഒരു കാര്യങ്ങളും ഞാനത് കേൾക്കാറുണ്ട്. അതിനനുസരിച്ച് എന്റെ ലൈഫിൽ കുറെ മാറ്റങ്ങളും എനിക്ക് വരുന്നുണ്ട്. സോ അപ്പം ഈ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാനത് എന്താ പറയാ, ഹാപ്പിയോട് ഞാനത് സ്വീകരിക്കുന്നു. അത് മാത്രമല്ല എന്നാൽ കഴിവതും ഞാനത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല ഇതിനിപ്പം എന്റെയും കൂടെ സ്ഥാപനമാണ്. അപ്പം എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഇവിടെ ഉള്ള കാര്യങ്ങൾ കൂടെ നോക്കാൻ. നമ്മൾ പൊടിയുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. മനസ്സിലാക്കാം, അതൊരു സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. ഞാൻ ഒരിക്കലും അത് എക്സ്പെക്ട് ചെയ്തില്ല. ബട്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന അമ്മമാരെയാണ്. കാരണം അച്ഛൻ പറയുമ്പോൾ വീട്ടിലെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ അമ്മയ്ക്ക് ടൈമുള്ള മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന അമ്മയാണ്, മെറീഡ് ആവുന്ന അമ്മയാണ്. അല്ല, ഈക്വലി ഞാൻ പറഞ്ഞ ഈക്വലി ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും കുറെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് അമ്മമാർക്ക്. കാരണം ഞാനിവിടെ കണ്ടത് കുറെ അമ്മമാരെയാണ് കണ്ടത്. അപ്പം എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആക്ച്വലി ബ്ലെസ്ഡ് ആണ്. കാരണം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ ചൈൽഡിന് സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്. അത് മാത്രമല്ല ഫൈസൽ പറഞ്ഞെടുത്ത് എന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയിരിക്കണം. അപ്പൊ ഞങ്ങളെ വേണ്ടി പറ്റുന്ന രീതിയിൽ നമ്മുടെ പ്രസൻസ് ഇവിടെ ഞാൻ തരാൻ വേണ്ടി അവർക്ക് പറ്റുന്ന. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള സമയം, അല്ലെങ്കിൽ അവരുടെ സമയം സ്പെൻഡ് ചെയ്യുക. അവരെ കൊണ്ട് കുറച്ചെങ്കിലും നമ്മളെ കൊണ്ട് ഒരു ചിരി അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം അത് വേറെ ഒന്നിനും അതിന് ഇതില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് രാവിലെയാണ് ട്രാവൽ ചെയ്ത് വന്ന് ഇതെല്ലാം കാണാൻ പറ്റുന്ന. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, എന്ന് വെച്ചാൽ എങ്ങനെ എന്താ നടക്കുന്നത് അറിയില്ല. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. ഇനി നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, കാരണം ഞങ്ങളും ഇതിന്റെ പാർട്ടായിട്ട് നിങ്ങളെ കൂടെ. ഓക്കെ, ചേർന്ന് വിളിക്കണ്ട, മോനെ വിളിച്ചാൽ ഓക്കെ. താങ്ക് യു. ഒരുപാട് സന്തോഷം കേട്ടോ. ഞാനിങ്ങനെ ബിഗ് ബോസിൽ കണ്ടിട്ട് ഞാൻ വിചാരിച്ചില്ല ഞങ്ങളുടെ അടുത്തേക്ക് ഇത്രയേറെ ഇറങ്ങി വരും. നക്ഷത്രങ്ങളെ മാതിരിയാണ് ഇത്രയേറെ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അതും ഈ സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ അങ്ങ് വന്നതിൽ വളരെ സന്തോഷം. വാം വെൽക്കം. പിന്നെ മോറോവർ ഞാനൊരു ഡോക്ടറും കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് എന്തറിയാം, എല്ലാവരോടും ഇടപെട്ട് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷനും കാര്യങ്ങളും ടൈമും എല്ലാം ഞാൻ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. പിന്നെ പൈസയിലൊക്കെ ഒരുപാട് നന്ദി. കാരണം ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പൊ ഇവിടെ നടന്നത്. മനസ്സിലായില്ലേ? ഒന്ന് ഈ ഒരു ഫംഗ്ഷന് പങ്കെടുക്കണം എന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? സോ ഞാൻ ദുബൈ പോയപ്പോ കണ്ടതിൽ വൺ ഓഫ് ദി ഒരു എന്താ പറയാ, ഒരു കൈൻഡസ്റ്റ് പേഴ്സൺ ആണ് പുള്ളിക്കാൻ. മനസ്സിലായി, നല്ല മനസ്സുള്ള ഒരാളാണ്. അപ്പൊ പുള്ളിക്കാൻ ആക്ച്വലി എന്നെ അവിടെ ഗൈഡ്. അതെ, അപ്പൊ പുള്ളിക്കാരന്റെ മെന്ററായിട്ട് എന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുമ്പോൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് കുറച്ചുകൂടെ ഉണ്ട്. വീണ്ടും പ്രൊമോട്ട് ചെയ്യുക, ആൾക്കാരിലേക്ക് എത്തിക്കുക. പിന്നെ ഫുള്ളൊക്കെ ഒരു പോസിറ്റീവ് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളെല്ലാരും കുറച്ച് നാളാണ് നമ്മുടെ ലൈഫ്. അതെ, ഒറ്റപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇത്രയും പേരുള്ള എങ്ങനെ ഒറ്റപ്പെടുന്നത് അല്ലേ? നമ്മളെല്ലാരും ഉള്ളപ്പോൾ ഒരിക്കലും ഒറ്റപ്പെടുന്ന കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ധൈര്യമായിട്ടിരിക്കും. പരിചയപ്പെടാൻ. ചേച്ചിന്റെ പേരെന്താ?
ലൈഫിൽ ഒരു വീട് ഒരു മാസം പകുതി വീടിന്റെ പണി നമ്മളത് പകുതി വീട് ഇങ്ങോട്ടോ പകുതി വീടിന്റെ പണി നമ്മൾ ഏറ്റെടുക്കും. ഓക്കെ, അത് കഴിഞ്ഞു. വിഷമോനെ സന്തോഷായോ? ഇതാണ് ഞാൻ പറയാം. നമ്മള് ചില സമയത്ത് ദൈവങ്ങളെ കാണും. അതിലൊരു ദൈവമാണ് ഇപ്പൊ കുട്ടികളുടെ പഠിക്കുന്നത്. ഞാൻ സത്യം ഞാൻ പറയട്ടെ, ഒരു സെക്കൻഡ് അമ്മയുടെ വിഷമം പറഞ്ഞപ്പോ ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കുന്നതിന് മുന്നേ പുള്ളിക്കാരൻ പറഞ്ഞു അത് നമ്മൾ ചെയ്യുമെന്നുള്ളത്. അപ്പൊ അതെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അല്ല അതെന്താ വെച്ചാല് ഈ കുട്ടി ഇവരെ മകന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ഓക്കെ ആണോ ഇവിടെ? നിങ്ങളെ ട്രീറ്റ്മെന്റിൽ ഹാപ്പിയാണോ? കുറച്ച് വയലന്റ് ആയി പോകും. വയലന്റ് ആവും, കുഴപ്പമില്ല. 34 വയസ്സ് കഴിഞ്ഞു. ഞാൻ മലപ്പുറത്ത് കൊണ്ടുവരുന്നതിന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വീട്ടിൽ ആരൊക്കെയുള്ള മകളെ കുടുംബക്കാരെല്ലാം കൂടി കല്യാണം കഴിച്ചു. ശിവന്റെ അടുത്ത് അവർ വീട് അങ്ങനെ പോയി. അവർ സഹായിച്ച് കുറച്ച് സ്ഥലങ്ങൾക്ക് വാങ്ങുന്ന പൈസ കിട്ടാൻ ബുദ്ധിമുട്ടിക്കാൻ പറ്റും. മലപ്പുറം ജില്ലയിലാണ് വീട്. മെഡിക്കൽ പാട്ടാണ് വീട്ടിന്റെ കാര്യങ്ങള് വീടിന്റെ കാര്യം നമ്മൾ ഏറ്റെടുക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കും. ഓക്കെ, സന്തോഷമായില്ലേ? ഓക്കെ, ഞാൻ വയസ്സാൻ കളിച്ച് കുറച്ച് നിൽക്കാണ് ഇവരെ ഇത് പരിചയപ്പെട്ടു.